ഹലോ, സെഷൻ 3 ഓഫ് ബൈറ്റ്സ് ആൻഡ് സ്റ്റിങ്സിൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് സ്പൈഡർ ബൈറ്റ്സ്, സ്കോർപ്പിയൻ ബൈറ്റ്സ് ആൻഡ് യൂഷ്വലായിട്ടുള്ള മാമൽസ്, പട്ടി അങ്ങനത്തെ അല്ലെങ്കിൽ ബാറ്റ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ബൈറ്റ് ചെയ്താൽ എന്ത് ഫസ്റ്റ് എയ്ഡാണ് എടുക്കേണ്ടതെന്നുള്ളതാണ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദാറ്റ്. സോ സ്പൈഡേഴ്സ് നമുക്കറിയാം, പലതരം ചലന്തികളുണ്ടല്ലേ. വെനമസ് ഉണ്ടാവും, നോൺ വെനമസ് ഉണ്ടാവും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്ന ബ്ലാക്ക് വിഡോ ആൻഡ് ബ്രൗൺ റെക്ലൂസ് എന്ന് പറയുന്ന രണ്ട് വെരി വെനമസ് സ്പൈഡേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ദേ ആർ നോട്ട് ഫൗണ്ട് ഹിയർ. ഇതൊക്കെ നോർത്ത് അമേരിക്കയിലും ഒക്കെ ഉള്ള സ്പൈഡേഴ്സാണ്. നമ്മുടെ ഇവിടെയും ഉണ്ട് കേട്ടോ വെനമസ് സ്പൈഡേഴ്സ്. ബട്ട് യൂഷ്വലി ദ സ്പൈഡേഴ്സ് ആർ നോട്ട് സോ വെനമസ്. അപ്പം വെനമസ് ആണോ നോൺ വെനമസ് ആണോ എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. സോ വാട്ട് ആർ ദ സിംറ്റംസ്? നിങ്ങളൊരു ചലന്തി കടിച്ചാലുള്ള സിംറ്റംസ് എന്താ? ഒന്നൊരു വിസിബിൾ മാർക്ക് ഉണ്ടാവും, ഒരു ബൈറ്റ് മാർക്ക് ഉണ്ടാവും, ആൻഡ് അതിന് ചുറ്റും ഒരു ഒരു സ്വെല്ലിങ്ങും റെഡ്നെസ്സും ഉണ്ടാവും. പക്ഷേ ഇത് വെനമസ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി അഫക്റ്റിംഗ് അതർ സിസ്റ്റംസ്. അതായത് നമ്മുടെ കടിച്ച ഭാഗത്തുള്ള വേദനയും നീരുമല്ലാതെ നിങ്ങളുടെ വേറെ ഏതെങ്കിലും സിസ്റ്റത്തിന്, അതായത് നമുക്ക് ഭയങ്കരമായിട്ട് വയറുവേദന എടുക്കുകയാണ്, മസിൽ വേദന എടുക്കുകയാണ്, ബാക്ക് പെയിൻ എടുക്കുകയാണ്, ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യാണ്, ബ്രീത്ത് ചെയ്യാൻ ഡിഫിക്കൽട്ടി വരികയാണ്, അതിൻ്റെ അർത്ഥം ദർ ഇസ് സം വെനം അല്ലേ. കാരണം അല്ലെങ്കിൽ കടിച്ച ഭാഗത്തിന് മാത്രം വേദന എടുത്താൽ മതി, വേറെ എങ്ങോട്ടെങ്കിലും വേദന മാറുകയാണെങ്കിലാണ്. ടെൻഷൻ കൊണ്ടുള്ള ബ്രീതിങ്ങും സ്വെറ്റിങ്ങും അല്ല ഞാൻ ഉദ്ദേശിച്ചത്, പാനിക് അറ്റാക്കിൻ്റെ അല്ലാതെ വയറുവേദന നടുവേദനയൊക്കെ വരികയാണെങ്കിൽ ദിസ് ക്യാൻ ബി എ വെനമസ് സ്പൈഡർ. സോ ഇവിടെ വാട്ട് ഇസ് ദ ഫസ്റ്റ് എയ്ഡ്? അപ്പോൾ നമ്മൾ ഈ ഇൻസെക്ട് ബൈറ്റ്സിന് കോമൺ ആയിട്ട് പറയുന്നത് സെയിം ഫസ്റ്റ് എയ്ഡ് തന്നെയാണ് ആദ്യം ചെയ്യേണ്ടത്. യു ഹാവ് ടു വാഷ് ഇറ്റ് വിത്ത് മൈൽഡ് സോപ്പ്. വെള്ളം ഒഴിച്ച് നന്നായിട്ട് സോപ്പിട്ട് കഴുകുക. ചെറിയൊരു കോൾഡ് കംപ്രസ് വെക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? വി നോ ദ ഡ്രിൽ, റെഡ്നെസ്സും സ്വെല്ലിങ്ങും കുറയ്ക്കാനായിട്ട്. ആൻഡ് ഇഫ് ദർ ഇസ് അതർ സിസ്റ്റമിക് സിംറ്റംസ് എന്ന് വെച്ചാൽ വേറെ സിസ്റ്റത്തിന് സിംറ്റംസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് പ്രത്യേകിച്ച് കുട്ടികളോ അല്ലെങ്കിൽ ഭയങ്കര പ്രായമുള്ള ആൾക്കാരോ ആണെങ്കിൽ ഏറ്റവും അടുത്ത് തന്നെ ആൻറ്റിവെനം കൊടുക്കേണ്ടി വരും. സോ ആശുപത്രിയിൽ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകുക. ആൻഡ് ഇവിടെ നമുക്ക് ഏറ്റവും നല്ലൊരു കാര്യം, ഇവിടെ ചിലന്തിനെ പിടിക്കാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ മെയിൻലി നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് എന്താണ്? വാഷ് ഇറ്റ് വിത്ത് മൈൽഡ് സോപ്പ്, കോൾഡ് കംപ്രസ് വയ്ക്കുക. എന്തെങ്കിലും വേദന വേറെ എവിടെയെങ്കിലും വരികയാണെങ്കിൽ ഡോക്ടറുടെ അടുത്ത് പോകാമെന്നുള്ളതാണ്. ഇനി സ്കോർപ്പിയൻ സ്റ്റിങ്സും ഇതുപോലെ അവിടെ വിഷമാണ് അല്ലേ. തേൾ കുത്തിയാൽ വിഷമുണ്ട്, തേളിൻ്റെ വിഷമുണ്ട്. അത് എന്തോരം വിഷം നമുക്ക് എത്തിയിട്ടുണ്ടെന്നനുസരിച്ചാണ് അത് ലോക്കൽ ഇറിറ്റേഷനിൽ നിൽക്കുമോ, വെറും ഒരു ചൊറിച്ചിലും വേദനയിലും നിൽക്കുമോ, അതോ ബാക്കി നമ്മുടെ അവയവങ്ങളെ ബാധിക്കുമെന്നുള്ള അറിയേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, തേൾ കുത്തിയാൽ നല്ല വേദനയായിരിക്കും, നല്ല നീര് വരും, അവിടെ ചെറിയൊരു നംനെസ്സും ചെറിയൊരു തിങ്ക്ലിങ് എഫക്റ്റൊക്കെ ഉണ്ടാകും. ആൻഡ് ഭയങ്കരമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, വിഷം അത് നന്നായിട്ട് കയറിയിട്ടുണ്ടെങ്കിൽ സ്വെറ്റിങ്, നന്നായിട്ട് വേർക്കുകയും ചില ആൾക്കാർക്ക് ഈ ഫിക്സ് വരുന്ന പോലെ കൺവല്യൂഷൻസ് വരും. അപ്പോൾ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് ആളെ നമ്മൾ സമാധാനമായിട്ട് ഇമ്മൊബിലൈസ് ചെയ്യുക, സ്റ്റില്ലായിട്ടിരിക്കാൻ പറയുക. പാമ്പിൻ്റെ കടി ഏറ്റതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഒരുപാട് അനങ്ങരുതെന്ന് പറയും. കാരണം ഒരുപാട് അനങ്ങിയാൽ ബ്ലഡ് എല്ലായിടത്തും ചെന്ന് പെട്ടെന്ന് തന്നെ സർക്കുലേഷൻ കൂടി പെട്ടെന്ന് തന്നെ വെനം എല്ലായിടത്തും എത്തില്ല. അത് വേണ്ട. പിന്നെ ആ ഏരിയ നന്നായിട്ട് വാഷ് ചെയ്യുക, കൂൾ വാട്ടർ കൊണ്ട് വാഷ് ചെയ്യുക, സോപ്പിട്ട് കഴുകുക, എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക. ആൻഡ് നേരത്തെ പാമ്പിൻ്റെ കടിയേറ്റതുപോലെ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യരുത്? എവിടെയാണോ മുറിവുള്ളത് അവിടെ മുറിക്കുകയോ അവിടുത്തെ വെനം സക്ക് ചെയ്ത് കളയാനോ ശ്രമിക്കരുത്. നമ്മൾ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കഴുകുക, കോൾഡ് കംപ്രസ് വെക്കുക ആൻഡ് ഹോസ്പിറ്റലിൽ എത്തിക്കുക. അടുത്തത് ആനിമൽ ബൈറ്റ്സ് ആണ്. ഇവിടെ ദ പ്രോബ്ലം ഇസ് ദാറ്റ് ആനിമൽ ബൈറ്റ്സിന് 2-3 കേസാണ് വരുന്നത്. സോ ഇറ്റ് ക്യാൻ ബി ബൈറ്റ് ഫ്രം എ ഡോഗ്, എ കാറ്റ്, മങ്കി, വൈൽഡ് ആനിമൽസ് എന്തെങ്കിലാകാം. സോ ദ ആനിമൽ ബൈറ്റ്, സിൻസ് ദേ ഹാവ് ഗോട്ട് ഷാർപ്പ് ടീത്ത്, നമ്മുടെ സ്കിന്നിന് നല്ല ഡീപ്പ് പങ്ക്ചർ ഉണ്ടാക്കും അല്ലേ. സോ ഇവിടെ പ്രൈമറി ത്രെറ്റ് എന്ന് പറയുന്നത് ഡീപ്പ് പങ്ക്ചറിന് ഉപരി ഈ ആനിമൽസിന് എന്തെങ്കിലും ടെറ്റനസോ അല്ലെങ്കിൽ റേബീസ് പോലത്തെ ഡിസീസസ് ഉണ്ടാകും. യു നോ ദാറ്റ് റേബീസ്, പേബാധ അല്ലെങ്കിൽ റേബീസ് എന്ന് പറയുന്ന അസുഖം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സിംറ്റംസ് വൺ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദർ ഇസ് നോ ട്രീറ്റ്മെൻറ്റ്. സോ അവിടെ നമുക്ക് ആകെ ഉള്ളത് റേബീസിന് ആൻറ്റി റേബീസ് വാക്സിനേഷൻ എടുക്കുക, ടെറ്റനസിൻ്റെ വാക്സിനേഷൻ എടുക്കുക എന്നുള്ളതാണ്. സോ ഇവിടുത്തെ ആദ്യത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കേസാണ്, യു ഹാവ് ടു വാഷ് ദ വൂണ്ട് വിത്ത് സോപ്പ് ഫോർ 15 minutes.
15 മിനിറ്റ് കഴിയണം. എന്തിനാണ് 15 മിനിറ്റ് കഴിയുന്നത്? റേബീസ് ആണെങ്കിൽ ടെറ്റനസ് ആണ്, ഇതൊക്കെ മെയിൻലി വൈറസ് സ്പ്രെഡ് ഡിസീസസ് ആണ്. ഈ വൈറസിൻ്റെ പുറത്തൊരു ഫാറ്റ് കോട്ടിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ലിപ്പിഡ് കൊണ്ടൊരു കോട്ടിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ സോപ്പ് കൊണ്ട് കഴുകുമ്പോൾ ആ ലിപ്പിഡ് കോട്ടിങ്, വൈറസിൻ്റെ പുറത്തുള്ള വൈറസിനെ സംരക്ഷിക്കുന്ന കോട്ടിങ്, ഒരു കോട്ടിങ് നശിച്ചു പോവുകയും അതുവഴി കുറേ വൈറസ് ചത്തുപോവുകയും ചെയ്യും. ചത്തല്ല, കുറേ വൈറസിൻ്റെ ജീവൻ നമുക്ക് പറയാൻ പറ്റില്ല, കുറേ വൈറസിൻ്റെ അറ്റാക്കിംഗ് പവർ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. സോ മാക്സിമം വൈറസിനെ സോപ്പിട്ട് കഴുകി കളയുക. മാക്സിമം 15 മിനിറ്റ് കഴുകുക എന്ന് വെച്ചാൽ 15 മിനിറ്റ് കഴുകുക തന്നെ വേണം. കാരണം എന്താ വെച്ചാൽ യു ആർ ഡൈല്യൂട്ടിങ് ദ വൈറസിൻ്റെ കോൺസെൻട്രേഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ബാക്ടീരിയ എന്തെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ കോൺസെൻട്രേഷൻ മാക്സിമം ഡൈല്യൂട്ട് ചെയ്ത് കളയാൻ യു ഹാവ് ടു വാഷ് ഇറ്റ് thoroughly for 15 minutes. അതിനുശേഷം അവിടെ ബ്ലീഡിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാനായിട്ട് ചെറിയ ബാൻഡേജ് അല്ലെങ്കിൽ കോട്ടൺ ഗോസ് വെച്ച് കവർ ചെയ്യുക. ആൻഡ് യു ഷുഡ് നോട്ട് ടൈറ്റ്ലി കവർ ദ വൂണ്ട്. ആനിമൽ ബൈറ്റ് വൂണ്ട്സ് ഒരുപാട് ടൈറ്റ്ലി കവർ ചെയ്യരുത്. കാരണം ഈ ആനിമൽ ബൈറ്റ് വൂണ്ട് ടൈറ്റ്ലി കവർ ചെയ്താൽ നിങ്ങളൊന്ന് ആലോചിക്കുക, ആനിമലിൻ്റെ വായിൽ നിന്ന് വന്ന ബാക്ടീരിയയ്ക്ക് നല്ല വാം ആയിട്ടുള്ള കണ്ടീഷൻ കിട്ടുകയാണല്ലേ ഇരുന്ന് പെറ്റ് പെരുകാനായിട്ട്, അല്ലെങ്കിൽ ഇരുന്ന് ഇൻഫെക്ഷൻ ഉണ്ടാക്കാനായിട്ട്, അല്ലെങ്കിൽ വളരാനായിട്ട്. സോ യു ഷുഡ് നോട്ട് ടൈറ്റ്ലി കവർ ദ വൂണ്ട് ആൻഡ് യു ഷുഡ് അലോ ഡ്രെയിനേജ്. കാരണം നമ്മുടെ തന്നെ ബോഡിക്ക് ബാക്ടീരിയനെ കളയാനായിട്ടുള്ള മാർഗ്ഗങ്ങളുണ്ട്. ബോഡി അവിടെ കുറേ ക്ലോട്ട് ഉണ്ടാക്കുന്നു, കുറേ സെറത്തിനെ പുറത്ത് കളയുന്നു. സോ ബോഡിയുടെ മാർഗ്ഗത്തിൽ let the body try its maximum to remove the bacteria and remove the toxins present there. So you should not tightly cover the wound. Animal bite ആണെങ്കിൽ ഒരിക്കലും ടൈറ്റ്ലി കവർ ചെയ്യരുത്. അവിടെ ആൻറ്റിസെപ്റ്റിക് ലോഷൻ പറ്റുക, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോവുക, ആൻറ്റിവെനം എടുക്കുക. ആൻറ്റിവെനം അല്ല, ആൻറ്റി റാബീസ് ഇഞ്ചക്ഷൻ എടുക്കുക. കാരണം ഇഫ് യു ഡോണ്ട് നോ, അതായത് ഇഫ് യു ആർ നോട്ട് ഷുവർ ദാറ്റ് ദി ആനിമൽ ഇസ് വാക്സിനേറ്റഡ്, ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു ടേക്ക് ആൻറ്റി വാക്സിൻ ആൻഡ് ടെറ്റനസിൻ്റെ വാക്സിൻ, ആൻറ്റി റാബീസ് വാക്സിൻ ആൻഡ് ടെറ്റനസ് വാക്സിൻ. കാരണം നമുക്കറിയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ അനുമാനിക്കണം ആ അനിമലിന് അസുഖമുണ്ട് എന്ന് അനുമാനിക്കണം. പാനിക്കാവാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്, നമ്മൾ വേഴ്സ് സിനാരിയോ തന്നെ ഇമാജിൻ ചെയ്ത് വാക്സിനേറ്റ് ചെയ്യുക. കാരണം ഇല്ല അതിന് പട്ടി വെറുതെ ഒന്ന് കടിച്ചിട്ടേ ഉള്ളൂ, വെറുതെ ഒന്ന് പോറിയിട്ടേ ഉള്ളൂ എന്ന് വിചാരിക്കരുത്. ഇഫ് ദ വൂണ്ട് ഇസ് എ ബിറ്റ് ഡീപ്പ്, ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു ടേക്ക് ആൻറ്റി റേബീസ് വാക്സിൻ. സോ ഇപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് എയ്ഡ് എന്താണ്? പട്ടി കടിക്കുമ്പോൾ അല്ലെങ്കിൽ പൂച്ച കടിക്കുമ്പോൾ അല്ലെങ്കിൽ വൈൽഡ് ആനിമൽസ് കടിക്കുമ്പോൾ യു ഹാവ് ടു ഇമാജിൻ ദാറ്റ് ദേ ആർ ഇൻഫെക്റ്റഡ് ആൻഡ് യു ഹാവ് ടു വാഷ് ദ വൂണ്ട് thoroughly with water and soap. You have to stop the bleeding by applying bandage. The bandage should not be tightly attached to the body and you should take the vaccines. So thank you.